സൗണ്ട് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ കൈ വെച്ചാൽ നമ്മളൊരു ചെറിയ പർച്ചേസിന് വീട്, ചെറിയ പർച്ചേസ്. അപ്പോൾ പോകാൻ സമയത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് കേട്ടാ. നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഒരു പർച്ചേസിന് പോയ കഥയാണ്. പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല, എന്നാലും പോയ വഴിക്കുള്ള കാഴ്ചകളും ഫുഡടിയും ഒക്കെയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാങ്കിലോട്ട് പോവാം. അവിടെ നിന്ന് പൈസ എടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം എ ടി എം കാർഡ് കൊണ്ട് എപ്പോഴും പണി കിട്ടും. പെട്ടെന്നൊരു ലിമിറ്റ് എങ്ങാനും കാണിക്കുന്നെങ്കിൽ അപ്പോഴേ പണി കിട്ടുന്ന കേസാണ്. അതുകൊണ്ട് പർച്ചേസിന് പോകുമ്പോൾ ഞാൻ എങ്ങനെയായാലും ക്യാഷ് എടുത്ത് കൈ വെച്ചേക്കും. ഈ കൊച്ചിങ്ങനെയാണ്, നമ്മൾ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ എടുത്തില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. അതൊരു സൈക്കോ. പിന്നെ ഈ പോയ കോലമൊന്നുമല്ല തിരിച്ചു വരുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾ ഞെട്ടരുത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്താറായി. പിന്നെ ആ ഷോപ്പിലെ വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഷോപ്പിലേക്ക് കയറുന്നത് മാത്രമേ കാണിക്കത്തുള്ളൂ, അതിനകത്തുള്ള സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പർച്ചേസ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും സ്റ്റാഫെല്ലാം പള്ളിയിലേക്ക് പോയി, പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളും പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതുവരെ എന്തായാലും ഷോപ്പ് ഓപ്പൺ അല്ല, ക്ലോസ് ആയിരിക്കും. പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ബിരിയാണി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ബിരിയാണി തന്നെ മേടിച്ചു. പിന്നെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ബിരിയാണിയുടെ പല ആംഗിളിൽ നിന്നും ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെയാണിത്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ബിരിയാണിയിൽ പീസ് കുറവാണെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു. പക്ഷേ അത് സത്യമാണ്. 120 രൂപ മേടിച്ചിട്ട് 2 പീസേ ഉള്ളായിരുന്നു. 2 ചെറിയ പീസായിരുന്നു കേട്ടോ. ഇനി മേലാൽ അവിടെ കയറൂലെന്ന് നമ്മൾ തീരുമാനിച്ചു. സാധാരണ അതിൻ്റെ ആ ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല, സാധാരണ ഞങ്ങൾ അവിടെ കയറുന്നതാണ്. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി എങ്ങനെയാണെന്നറിയത്തില്ല. അത് കഴിഞ്ഞ് ഇനിയും സമയം ബാക്കിയുണ്ട്, കാരണം ഷോപ്പ് ഇനി 1:30-ക്ക് തുറക്കത്തുള്ളൂ. അപ്പോൾ പോയി കായലിൻ്റെ സൈഡിൽ പോയിരുന്നിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. ഇതേത് കായലാണെന്നറിയാമോ? ഇതാണ് അഷ്ടമുടിക്കായൽ. അടിപൊളിയല്ലേ, നല്ല വ്യൂ ആണ് കേട്ടോ, ഭയങ്കര നല്ല വ്യൂ ആണ്. ദൈവമേ, ഈ വീഡിയോ കാശ് കാണണമെങ്കിൽ കാശ് പറയും, നമ്മൾ കായലിലൊക്കെ പോയി കാര്യമുണ്ടാവും. ഉച്ച സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു റിലാക്സിങ് ആയിരുന്നു. നല്ല തണുത്ത കാറ്റും ആകെക്കൂടെ നല്ലൊരു അന്തരീക്ഷം. ഈ ബോട്ട് ഗവൺമെൻറ് സർവീസാണേ. നമ്മുടെ KSRTC പോലെ ഇതിനെ പറയുന്നത് SWTD എന്നാണ്, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ 2.5 മണിക്കൂർ ബോട്ടിങ് ഉണ്ട്. പിന്നെ അതിന് 40 രൂപ ആണ് ഒരാൾക്ക് വരുന്നതെന്നാണ് നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോഴല്ല, നമ്മൾ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞതാണ്. കൂടുതൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയത്തില്ല. എന്തായാലും ഇത് ഉടനെ എടുക്കത്തില്ല, വൈകിട്ട് 4 മണിക്ക് ഇനി അടുത്ത സർവീസുള്ളൂ. പിന്നെ സമയമായി 1:30 മണിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വന്നപ്പോൾ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗതി ഇതാണ്. നമ്മൾ ഹെൽമെറ്റ് വണ്ടിയുടെ ഹാൻഡിലാണ് വെച്ചിട്ട് പോയത്, പക്ഷേ ആരോ തറയിലിട്ട് പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരികെ ഷോപ്പിലെത്തി കേട്ടോ. നല്ല തിരക്കുണ്ട്. ഓണത്തിൻ്റെയൊക്കെ നല്ല പർച്ചേസ് നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കാണ്. എന്തായാലും പോയിട്ട് വരാം. പർച്ചേസൊക്കെ കഴിഞ്ഞ് തളർന്ന് വന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ബില്ല്. നമ്മുടെ കോലം, നമ്മൾ ഏത് കോലത്തിൽ വന്നത് ഏത് കോലത്തിലായി. അയ്യോ കഷ്ടം. അയ്യോ, രാത്രിയായി. മണി എത്രയായി? 7:30 മണിയായി. എൻ്റെ ലുക്ക് കണ്ട ആരും പേടിക്കരുത്. ഇപ്പോൾ ബസന്തി ലുക്കായി. നമ്മളിവിടെ ഇവിടുത്തെ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് വണ്ടി എത്തി. ഇനി സാധനങ്ങളെല്ലാം അതിലേക്ക് കയറ്റണം. ഇതാണ് ഡ്രൈവർ, മിസ്റ്റർ പാക്കരൻ. ഇത് ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ്. ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടെയാണ് വന്നത്. പാവം കുക്കു ബാഹുബലി പോകുന്നത് കണക്ക് ഓരോ ബണ്ടിലും താങ്ങി എടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ് പാവം. ഇത് ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസായിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് സ്കൂട്ടിയിൽ തന്നെയാണ് തിരിച്ച് പോയത്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോഴാണ് കടയിലെത്തിയത്. സ്റ്റോക്ക് ഇറക്കിയതോടുകൂടി. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ, ബൈ സീ യു. അങ്ങനെ ഇതെല്ലാമാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അടുത്ത ദിവസം പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം നടന്നത്. പർച്ചേസ് ചെയ്ത ദിവസം ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 10 മണിയൊക്കെ ആയി. ഞാൻ സമയം പറയാനായിട്ട് വിട്ടുപോയി അതിൽ. പിന്നെ അടുക്കി ഒതുക്കുന്നതും അത് സെറ്റ് ചെയ്യുന്നതെല്ലാം കൂടെ ഒരു ഷോർട്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണണം.
അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.